ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഞായറാഴ്ച, അതായത് 28/7/2024 നടന്നിട്ടുള്ള കേരള സെറ്റ് എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓവർവ്യൂ ഇല്ലെങ്കിൽ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ജനറൽ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. പ്രധാനമായും ഇതിനോടകം തന്നെ ഈ ഒരു ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള സെറ്റ് ഇംഗ്ലീഷ് പേപ്പറിൻ്റെ കൃത്യമായ ഒരു അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ല, അത് പിന്നീട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എങ്ങനെ കുട്ടികൾക്ക് ഈ ഒരു എക്സാം തോന്നി, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ എന്ന രീതിയിലൊരു ഓവറോൾ അനാലിസിസാണ് പേപ്പർ 2 ഇംഗ്ലീഷിൻ്റെ ചെയ്തത്. അതേ രീതിയിൽ തന്നെയാണ് പേപ്പർ 1ൻ്റെ കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഈ ഒരു ഇപ്രാവശ്യം കഴിഞ്ഞിട്ടുള്ള സെറ്റ് ജനറൽ പേപ്പർ എക്സാം നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരു അത്രത്തോളം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് അല്ല പ്രത്യേകിച്ച് ജനറൽ പേപ്പറിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സെറ്റ് ജനറൽ പേപ്പർ 1 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ടഫായിരുന്നു. അതേസമയം പേപ്പർ 2 അതത് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിളായിരുന്നു, അത്യാവശ്യം എളുപ്പമായിരുന്ന രീതിയിലാണ് പല വിദ്യാർത്ഥികളും നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യത്തെ എക്സാമിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കും പത്മശ്രീ ലഭിച്ചത് ആർക്കാണ്. വേൾഡ് ഫുട്ബോൾ ഡേ, അത് ഒഫീഷ്യൽ ഒരു കണ്ടംപററി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടും നിങ്ങളുടെ പഠനത്തിനോടൊപ്പം തന്നെ പത്രവായനയും മറ്റ് ഒരു കണ്ടംപററി ന്യൂസിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്ത് വായിക്കുകയാണ് പഠിക്കുകയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കും അതിലുപരി മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു സാഹചര്യമാണ് ഈ ഒരു പേപ്പർ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജനറൽ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് പഴയ എക്സാം രീതികളിൽ നിന്നും എത്രയോ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് പല വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം കുറച്ചധികം ബുദ്ധിമുട്ടാക്കി പിന്നീട് ഫീൽ ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ആകെ നമ്മൾ ഈ ഒരു പേപ്പറിന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യാവശ്യം ടഫായിരുന്നു. എന്തുകൊണ്ടാണ് ടഫ് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നെ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. അത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായാലും നമുക്കറിയാവുന്നതാണ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രമേണ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്ന രീതിയിലൊരു മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. കാരണം ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല കുറച്ചും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം കൂടുതലും കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും കറണ്ട് അഫയേഴ്സ് ഇപ്രാവശ്യം ചെയ്തില്ലെങ്കിൽ പോലും കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേപ്പർ 2ൻ്റെ കണ്ടൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റഡീസ് നടത്തണം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കോച്ചിങ് എടുത്ത് വന്ന പല വിദ്യാർത്ഥികൾക്കും അത്രത്തോളം ഈ പറഞ്ഞ പേപ്പർ 1 അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയെന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആൻസർ കീ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ നൽകിയിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണോ വന്നിട്ടുള്ളത്. ഇനി ടെൻറ്റേറ്റീവ് ആൻസർ കീ എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനൽ ആൻസർ കീ അല്ല. ഇതിലിനി ഒരു കറക്ഷന് ചാൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്കത് മാറ്റാവുന്നതാണ്. ചില ക്വസ്റ്റ്യൻസിൽ ചില തെറ്റുകളുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നിരാശപ്പെട്ടു പോകാതെ ഇനിയും നിങ്ങൾക്കൊരു പ്രതീക്ഷയോടെ വരുന്ന റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. അത്രത്തോളം നല്ലൊരു ഡിഫറൻസ് ഇപ്പോൾ തന്നെ എനിക്ക് കൃത്യമായ രീതിയിൽ നേടിയെടുക്കാനേ പറ്റില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഇനി നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, റിസൾട്ട് എങ്ങനെ നോക്കിയാലും 1 മാസം ഇല്ലെങ്കിൽ 1.5 മാസക്കാലം ഡിലേ വരും എന്തായാലും. അപ്പോൾ ഒരു 1.5 മാസം എന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ, അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷനിൽ നിന്ന് ഒഴിച്ച് കളയാതിരിക്കുന്നതിന് വേണ്ടി ഇനി മുതലെങ്കിലും കൃത്യമായ പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമ്മൾ പുതിയ ബാച്ച് ഇനി നടക്കാനായി പോകുന്ന 2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. പേപ്പർ 1ഉം അതോടൊപ്പം തന്നെ സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 ആണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്സ്
ഈ പേപ്പർ ടു ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വിവരം അവരിലേക്കും കൂടി എത്തിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ പറയാനുള്ളത്, ജനറലി എല്ലാ വിദ്യാർത്ഥികൾക്കും, ഭൂരിഭാഗം കുട്ടികൾക്കും ജനറൽ പേപ്പർ എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ടഫ് തന്നെയായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഒരു രീതിയിലൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ചും കൂടി കണ്ടംപററി കറണ്ട് അഫയേഴ്സ്, ഇല്ല കണ്ടംപററി ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഇപ്രാവശ്യത്തെ ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചിരുന്നു. അത് ഒരു പരിധി വരെ പല വിദ്യാർത്ഥികളും കണ്ടൻറ്റ് മാത്രം പഠിച്ചു പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് കറണ്ട് അഫയേഴ്സിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കാം മേ ബി ദ റീസൺ. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷയോടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷ്യൂർ അക്കാഡമി. താങ്ക് യു.